പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി. എൻ്റെ പേര് ബീന ബിനു. ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് തോമസ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 22 വർഷമായി ഗൾഫിലാണ്. ഫുജറ എന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെയാണ്. മോനൊരു 2 വർഷം മുന്നേ ഡിഗ്രിക്കായിട്ട് ഇവിടെ വന്നു. മോള് +2 കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനും മോളും വന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. ശരിക്കും ഞങ്ങളുടെ പെട്ടി പോലും പൊട്ടിച്ചിട്ടില്ല. ഫസ്റ്റ് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഈ മെയ് മാസം തന്നെ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അതിനനുവദിച്ച അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി. ഞാൻ ശരിക്കും ആലപ്പുഴ 10-ാം പീസ് ഇടവകയാണ്. ഞങ്ങളിപ്പോൾ സെറ്റിലാണ് ചങ്ങനാശ്ശേരി. കൃപാസനത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി 2025 ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ പ്രാർത്ഥനയിലൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് എന്ന് പോകുന്ന ആളായിരുന്നു. ഗൾഫിലാണേലും അതൊക്കെ എനിക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും 5:30 വെളുപ്പിനെ പോവും. പോയതിന് ശേഷം ഹസ്ബൻഡിനും വർക്ക് ഫ്രം ഹോമാണ് മെയിൻലി. അതുകൊണ്ട് പള്ളി പോകുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുള്ളത്. അത് നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈശോ അത് ക്രമീകരിച്ച് തരും. അതനുസരിച്ച് എല്ലാ ദിവസവും 5:30 പള്ളി പോവും. വൈകുന്നേരം വന്നതിന് ശേഷം എനിക്ക് ഫ്ലെക്സിബിൾ ടൈമുണ്ട് 7 to 8. അപ്പോൾ ഈ സമയത്ത് എനിക്ക് സൈൻ ചെയ്താൽ മതി. ഞാൻ ഹോസ്പിറ്റലല്ല, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ഉച്ചവരെ ഡ്യൂട്ടിയുള്ളൂ. വീക്കിലി 3 days അവധിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം എല്ലാം ക്രമീകരിച്ച് വന്നു. അപ്പം കൃപാസനത്തിലേക്ക് കടന്നു വരാൻ ഉണ്ടായ കാര്യം, അപ്പം ഞാൻ ഇവിടെ തന്നെ ആലപ്പുഴ തന്നെയുള്ള ഒരു മാതാവിൻ്റെ തന്നെ ഒരു പള്ളിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവിടുത്തെ അച്ഛനുമായിട്ട് നല്ല പേഴ്സണലി നല്ല ബന്ധമാണ്. അപ്പോൾ അവിടെ മാതാവ്, ഇവിടെയും മാതാവ്. അപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നവരല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നിനും ബ്ലോക്കില്ല. ദൈവം അനുഗ്രഹിച്ച് നല്ല സാലറി ഉണ്ട്, നല്ല ജീവിതാന്തരീക്ഷം, നല്ല ജീവിത പങ്കാളി, നല്ല മക്കൾ, പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് ശരിക്കും കൃപാസനം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായി. കാരണം ഞങ്ങൾ 2023 ഒരു ഭവന പണി ഏൽപ്പിച്ചിരുന്നു. അന്ന് ഞങ്ങൾ അങ്കമാലിലാണ്. അവിടെയായിരുന്നു ഞങ്ങളുടെ കുടുംബം. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി സെറ്റ് ആവണത്. അപ്പോൾ അവിടെ അന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, കുടുംബ വീടല്ലാതെ. അപ്പോൾ അവിടെ സ്ഥലം പോകുന്നില്ല. അപ്പോൾ അവിടെ ഒരു വീട് പണിതിട്ട് സ്ഥലം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു കോൺട്രാക്ടർ ബേസിൽ 8 മാസത്തെ കോൺട്രാക്ടറിനാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. പക്ഷേ 8 മാസമൊന്നല്ല, 3 വർഷം കഴിഞ്ഞിട്ടും ആദ്യത്തെ ഫസ്റ്റ് 3 മാസം സ്ട്രക്ചർ വർക്ക് ഫാസ്റ്റായിട്ട് പോയി. പിന്നെ ഞങ്ങൾ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പൈസ പോയത് ഞങ്ങളുടെ സൈറ്റിലേക്കല്ല, വേറെ സൈറ്റിലായിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് നല്ല പുള്ളിയോട് നല്ല ട്രസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ചീറ്റ് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ 1 വർഷം 2 വർഷമൊക്കെ പറഞ്ഞു ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും പറഞ്ഞു കേസിന് പോകണം, അത് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോ ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, ഞാൻ മറ്റുള്ളവരിലല്ലേ ഏൽപ്പിച്ചത്. പക്ഷേ എന്ത് തന്നെയാലും അത് ബ്ലോക്കായിപ്പോയി. പിന്നെ അവസാനമൊക്കെ പുള്ളിയിൽ നിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. നോക്കണം, ഞങ്ങൾക്ക് ഇവിടെ ആരും നോക്കാനും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് തോന്നി കൃപാസനത്തിൽ പോകണമെന്ന് തന്നെ. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഈ ഒക്ടോബർ 2025 ഒക്ടോബർ 7-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. നെക്സ്റ്റ് ഡേ അപ്പോൾ മോൻ ഇവിടെ ഉണ്ട്, ഹസ്ബൻഡും മോളും ഗൾഫിൽ തന്നെയായിരുന്നു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു, നേർച്ച വസ്തുവായിട്ട്. നെക്സ്റ്റ് ഡേ ഞാനും മോനും ഞങ്ങൾ ഭവനം പണിയുന്ന സ്ഥലത്ത് പോയി. ഞങ്ങളവിടെ എന്നിട്ട് വീടിൻ്റെ അകത്ത് അപ്പം സ്ട്രക്ചർ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. അത് പായൽ പിടിച്ചു, വൈറ്റ് വാഷൊക്കെ ചെയ്ത് മൊത്തം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയാണ്. കാരണം പാമ്പും അടുത്ത ആളുകൾക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായത്. കാരണം നിയർ ബൈ ആളുകളൊക്കെ പറഞ്ഞു പാമ്പ് കയറുന്നു. കാരണം അത്യാവശ്യം നല്ല വീടായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിലായപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, നെയ്ബേഴ്സൊക്കെ പറഞ്ഞു പാമ്പ് കയറുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കുക. പക്ഷെ ഇയാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. എനിവേ ഞങ്ങൾ ഞാനും മോനും കൂടെ പോയി ഈ മാതാവിൻ്റെ ഈ നേർച്ച വസ്തു ഉപ്പ് എല്ലായിടത്തും ഇട്ടു.
ദ തേർഡ് ഡേ ശരിക്കും ഭയങ്കര ഒരു അതിശയം. അത് അമ്മ ഇടപെട്ടുകൊണ്ട് മാത്രം, അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് തന്നെ പൈസ, കാരണം ഞങ്ങൾ ലോണൊന്നും എടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ തന്നെ പൈസ കൊണ്ടാണ് ഇത്രയും പണി കഴിച്ചത്. അപ്പം പിന്നെ കുറേ ചീറ്റിങ് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫണ്ടിൽ പൈസയില്ല, പക്ഷേ അത് തമ്പുരാൻ തന്നെ ക്രമീകരിച്ച് തന്നു. ഞങ്ങളുടെ തന്നെ പൈസ കൊണ്ട് തന്നെ ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആദ്യമൊന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോണ്ടും ഇല്ല, പക്ഷേ പിന്നെ ഇപ്പം നല്ല റെസ്പോണ്ട് ഉണ്ട്, ഞങ്ങളുടെ പൈസ തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തത്, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അവിടെ നേഴ്സസ് മിനിസ്ട്രി എന്ന് പറഞ്ഞ നേഴ്സുമാർക്ക് ഒരു മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ അതിലൊരു ഫൈനാൻഷ്യൽ കൈകാര്യം ചെയ്ത് അതിൽ ഇൻ്റർസെഷൻ പ്രയറൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, വചനം പഠിക്കണം, വചനം പങ്കുവയ്ക്കണം, ഈശോയെ കൊടുക്കണം, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ശരിക്കും നാട്ടിൽ വെച്ചിട്ട് ഡെയിലി പള്ളി പോകാത്ത ആളായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് നേഴ്സസ് മിനിസ്ട്രി വന്നപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പഠിച്ചു. പക്ഷേ വചനം പഠിക്കണം, വചനം പറയണമെന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് അമ്മയുടെ ഒരു ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. തിരിച്ച് വന്നപ്പം ഇവർ ഈ ബൈബിൾ സ്റ്റഡിയുടെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ആക്കിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞടി അത് ബ്ലോക്കായി, ഇനി നിനക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ബാച്ച് ആഫ്റ്റർ 3 months നെക്സ്റ്റ് ബാച്ച് ഉണ്ട്, അപ്പോൾ അതിലെടുക്കാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ ആ വ്യക്തിയെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞില്ല ചേച്ചി പറ്റില്ല, ഓൾറെഡി ഞങ്ങളെല്ലാം ക്ലോസ് ആക്കി ചേച്ചി, ഫുള്ള് നെറ്റ്വർക്ക്, ഒരു ബാച്ചിൽ 2000 ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് ചേച്ചി, എനിക്കിന്ന് ഡബിൾ പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഡേ ഒരു ഏർലി മോർണിംഗ് ഒരു 4:30 ആയപ്പം ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കറിയില്ല, ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷൻ, പരിശുദ്ധാത്മാവ് എന്നോട് ചേച്ചി കൊടുക്കണമെന്ന് പറയുകയാണ്, അങ്ങനെ അതുകൊണ്ട് ഞാൻ ചേച്ചിയെ രജിസ്റ്റർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണ്. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ ഫുൾ രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ട് എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് പരിശുദ്ധമ്മ തന്നാണ്. ഞാനത് സ്ഥിരീകരിക്കുന്നത് അത് അമ്മയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് 100% ഞാൻ സ്ഥിരീകരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഫെസിലിറ്റേറ്റർ, അപ്പം ഞങ്ങൾ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് സെൻഡ് ചെയ്യണം. അപ്പം ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്തപ്പം എൻ്റെ ഫെസിലിറ്റേറ്റർ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും എൻ്റെ ഒന്നാണ്, കൃപാസന മാതാവ്. അപ്പോൾ ആ USA ബ്രദർ, USA IT എഞ്ചിനീയറാണ്. ആ ബ്രദർ ഈ കൃപാസനത്തിന് അമ്മയുടെ അതേ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ ഒരാളാണ്. അപ്പോൾ അത് അമ്മയുടെ ഒരു ഇടപെടല്ലാതെ പിന്നെ എന്താണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും ഉടമ്പടി വന്നതിന് ശേഷമാണ് നമുക്ക് ടൈമിങ്ങിന് ഭയങ്കര ഒരു ക്രമീകരണമാണ് ഈ ഉടമ്പടി. ഞാൻ ഏർലി മോർണിംഗ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ഇതിലേക്ക് വന്നപ്പം ഒരു 46 ക്ലാസ് ആയപ്പം എന്നെ അതിൽ നിന്ന് ഒരു പടിയിലേക്ക് ഉയർത്തി. കാരണം എന്നെ ഫെസിലിറ്റേറ്ററാക്കി. അത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വരുത്തില്ല. കാരണം എൻ്റെ ഫെസിലിറ്റേറ്ററിൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് ഞാനൊരു കഴിവില്ലാത്ത ആളാണ്. ഞാൻ BSc നേഴ്സൊന്നുമല്ല, ഞാൻ വെറും ഡിപ്ലോമയാണ്. അപ്പോൾ പക്ഷേ ഈശോയോട് പ്രത്യേക ഒരു ഇതുണ്ട്, ഈശോയുടെ തമ്മിൽ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലോട്ട് വരാൻ അമ്മ എന്നെ ഉയർത്തിയതാണ്, ബൈബിൾ നീ പഠിക്കണം അല്ലെങ്കിൽ നീ പഠിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേഴ്സണൽ പ്രെയർ ചെയ്യുമെങ്കിലും എനിക്കൊരു ടൈമിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് ശേഷം പേഴ്സണൽ പ്രെയർ ഒരു അനുഭവമാണ് ജീവിതത്തിൽ. ശരിക്കും നമ്മൾ ഒരു മണിക്കൂറാണ് അതിൽ പറയുന്നത്. പക്ഷേ ഞാൻ 3-3.5 മണിക്കൂറൊക്കെ ഞാൻ ഈശോയുടെ മുന്നിൽ വെളുപ്പിനെ 3 മണിക്ക് ഇരിക്കണം. ടൈമിംഗ് ഉണ്ട് അതിന്, 3 to 4 അല്ലെങ്കിൽ 4. പക്ഷേ ഞാൻ 2:50 ആകുമ്പം, വെളുപ്പിനെ 2:50 ആകുമ്പം എന്നെ അമ്മ ഉണർത്തും. ഞാൻ എന്നിട്ട് കറക്റ്റ് 3 o'clock ആകുമ്പം ഞാൻ എൻ്റെ പായിലിരിക്കും. അത് ചിലപ്പം എനിക്ക് 3 days വീക്കിലി അവധിയായിരുന്നു. അപ്പോൾ ചിലപ്പം 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ, ചിലപ്പോൾ 4-5 മണിക്കൂർ ഈശോയായിട്ട് സംസാരിക്കുക. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമാണ്. ശരിക്കും നമുക്ക് പൈസയൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഇന്ന് റിസൈൻ ചെയ്താണ് ഇന്നലെ വന്നത്. എനിക്ക് ശരിക്കും 40,000 സാലറി ഉണ്ടായിരുന്നു സഹോദരങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 3 ലക്ഷം രൂപ സാലറി ഉണ്ട്. പക്ഷേ അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് വരുന്നത്. കാരണം 1-2 ഇൻറ്റൻഷനുണ്ട്. പക്ഷേ അത് ഈ സാലറി ഒന്നും ഈ പേപ്പറൊന്നും ഒന്നുമല്ല. തമ്പുരാൻ്റെ കൂടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ അത് കിട്ടുന്ന ആഗ്രഹം, നമ്മുടെ ഈ പൈസ ഉണ്ടല്ലോ ഒന്നിനും ഒരു വാലിഡി, അതിന് നമുക്ക് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഈശോയായിട്ട് സംസാരിക്കും. കുറേ കഴിയുമ്പോൾ അത് നമ്മുടെ ശരിക്കും വിശുദ്ധീകരണമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വിശുദ്ധീകരിക്കാൻ നമുക്ക് ഈശോയെ കാണാൻ പറ്റുകയില്ല. ഞാനൊരു പേക്ഷിതയാണെന്നുള്ള ആഗ്രഹം, ഞാനിവിടെ ഫസ്റ്റ് എന്നിട്ട് ഞാനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പം ഞാൻ ഈ വീടിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ അവിടെ മേളിൽ പോയിരുന്നപ്പോൾ എനിക്കറിയില്ല, ഞാൻ എഴുതിയത് എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം, എനിക്ക് വിശുദ്ധിയിൽ വളരണം, അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഇൻറ്റൻഷൻ ഞാൻ മറന്നു. ഫസ്റ്റ്
ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ എഴുതുന്നത് പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കണം. കാരണം ഈശോ എന്നെ കണ്ടു, എനിക്ക് വചനം പഠിക്കാനുള്ളത് കണ്ടു. ഞാൻ വചനം പഠിക്കണമെങ്കിൽ അത് പ്രഘോഷിക്കണമെങ്കിൽ എനിക്ക് വിശുദ്ധി ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് ഈശോയെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ ഈ പേഴ്സണൽ പ്രയറിന് സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ആത്മീയ തലവും എൻ്റെ മനസ്സാക്ഷിയുടെ തലവും പിന്നെ എൻ്റെ മനസ്സ് എൻ്റെ അമ്മയുടെ ഉദരത്തിലായപ്പോൾ ഞാൻ ഏതവസ്ഥയിലാണോ ആ അവസ്ഥ തൊട്ട് ഇപ്പോൾ എനിക്ക് 51 ഏജായി. ആ അവസ്ഥ വരെ ഞാൻ ഓരോന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പറയുമ്പോൾ പിന്നെ നമ്മളൊരു വചനത്തിനൊക്കെ പോകുമ്പോഴല്ലേ ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് നമ്മൾ കിടക്കുന്നത്. ഞാൻ അവിടെ കിടക്കും, ഞാൻ താഴെ ഇരിക്കുള്ളൂ, ഞാൻ കിടക്കും. അത് കഴിഞ്ഞ് ഈശോയായിട്ടൊരു സംസാരം. അപ്പം ഈ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഈശോയെ, ഞാൻ നിൻ്റെ ശിഷ്യന്മാർ നിന്നോട് 1 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞിട്ട് അവരിരുന്നില്ലല്ലോ, ഞാൻ 4-5 മണിക്കൂർ നിൻ്റെ ഒപ്പം ഇരിക്കുന്നു, പിന്നെ ഫുൾ ടൈം ഫെസിലിറ്റേറ്റർ ആയതുകൊണ്ട് ബൈബിളുമായിട്ടാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോൾ ഈശോ പറയണേ, എൻ്റെ എടിയെ, എന്നോട് പറഞ്ഞാൽ കേട്ടതാണ്, എൻ്റെ എടിയെ ഞാൻ നിന്നോട് വന്നാൽ നീ എന്നെ കാണുവാണെങ്കിൽ നിനക്ക് നീ ഇവിടെ കിടക്കത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് വേണ്ട, എങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചതാ. അപ്പം കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു കാറ്റ് എൻ്റെ ചെവിയിൽ വന്നിട്ട് എൻ്റെ ചെവി അടഞ്ഞുപോയി. അപ്പം എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഈശോയെ, ഞാൻ എവിടെ പോയാലും ഈശോയെ ഞാൻ പോവുകയാണ്, എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ല, അമ്മേ പോവാണ്, എല്ലാം നീ തന്നെ ഞാൻ തന്നിട്ടുണ്ട്, നീ ചെയ്തോണം, അങ്ങനെ പറഞ്ഞാൽ പോകുന്നത്. ചിലത് നടക്കത്തില്ല, പക്ഷേ വേണ്ട, അത് ഈശോയുടെ ഹിതം, അത് നടക്കണ്ടെന്നാണ് ഈശോയുടെ ഹിതം. അപ്പോൾ അത് നടക്കില്ല, പക്ഷെ നല്ലത് മാത്രമേ തമ്പുരാൻ തരുള്ളൂ. അങ്ങനെ പിന്നെയാണെങ്കിൽ വേറൊരു ടെസ്റ്റ് മണി എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിസൈൻ ചെയ്യുന്നത്. മോള് +2 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചു വരണം. എത്ര സാലറി ഉണ്ടായാലും എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അവരുടെ ആ ലാസ്റ്റ് സ്റ്റേജൊക്കെ എൻ്റെ അമ്മ 2 പ്രാവശ്യം ക്യാൻസർ കഴിഞ്ഞു, പക്ഷേ ഇപ്പം 100 ക്യൂറാണ്. എനിവേ എന്നാലും എനിക്ക് മോളിലെ +2 കഴിഞ്ഞവരെ അവിടെ നിൽക്കാൻ താല്പര്യമുള്ളൂ. ഇവിടെ വരുമ്പം അമ്മയെ അച്ചാച്ചനെ കൂടെ നോക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുന്നത് ഇതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് എനിക്ക് അതിനെല്ലാം സാഹചര്യം, കാരണം ഞാൻ ഈശോയെ കൊടുക്കണം, ഈശോ അറിയണം. നമ്മൾ മാതാപിതാക്കളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അത് ഈശോയുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവിടെ ഇവിടെ ഹോം നേഴ്സിന് എനിക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സ് നിർത്താം, അത് വേണ്ട, ഞാൻ ചെയ്യണം. എന്നെ അമ്മ ഹോം നേഴ്സിന് നിർത്തിയല്ലോ എന്നെ നോക്കിയത്, അവരുടെ അത് നമ്മളെ കഷ്ടപ്പാടെല്ലാം സഹിച്ചു. അപ്പോൾ എനിക്കും തിരിച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ 100% നന്ദി പറയുന്നത്. കാരണം എനിക്ക് ഇത്രയും വലിയൊരു സാലറി ഉണ്ടായിട്ട് നല്ല ജോലിയായിരുന്നു സഹോദരങ്ങളെ. ആഴ്ച 3 ദിവസം അവധിയായിരുന്നു, ഗവൺമെൻറ്റിലായിരുന്നു. എനിക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ഡേയ്സ് ഹോളിഡേ ആയിരുന്നു. ഉച്ചവരെ ഡ്യൂട്ടിയുള്ളൂ. 45 ഡേയ്സ് പെർ ഇയർ ലീവുണ്ട്. സാലറി അവിടെ നേഴ്സുമാർ ഏകദേശം വാങ്ങിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറിയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈശോ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഈശോ നമ്മളെ ഒരുക്കുകയാണ്. അപ്പോൾ അത് ദൈവനെ ഒരുക്കി. പിന്നെ എൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ഞാൻ ഈ തേഴ്സ്ഡേ ആണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പം നോർമലി ഷാർജയിൽ ഇങ്ങനൊരു ഇത് കിട്ടത്തില്ല, കാരണം 6 മാസം 7 മാസം വേണം നമ്മുടെ സെറ്റിൽമെൻറ്റ് വരാൻ. അപ്പോൾ ഗവൺമെൻറ് സർവീസ് ആണല്ലോ, അപ്പോൾ അത് ഇച്ചിരി സെറ്റിൽമെൻറ്റ് ഉള്ളതുകൊണ്ട് ടൈം എടുക്കും. അപ്പം ഞങ്ങൾക്ക് ഇപ്പം അവിടെ അറിയാമല്ലോ നമുക്ക് മിസൈൽ ഇതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് 1 മാസം നിന്നായിരുന്നു, 2 വീക്സൊക്കെ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 3 ഡേയ്സ് പിന്നെയും ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് നീ പൊക്കോ, കൊച്ചിന് ഇവിടെ അഡ്മിഷൻ എടുക്കണം, മോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ഇവിടെ എടുക്കണം, അപ്പം നീ ബ്ലോക്കായി ഫ്ലൈറ്റ് ക്യാൻസലായി, പിന്നെ നിൻ്റെ പോക്ക് ഇതാവും. അപ്പം ഞങ്ങൾ അതുവരെ സെറ്റിൽമെൻറ്റ് പ്രശ്നം ടിക്കറ്റും ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തേഴ്സ്ഡേ ആയപ്പോൾ ഞാൻ ഇങ്ങനെ അതിന് മുന്നത്തെ ദിവസം ഇങ്ങനെ മിസ് ചെയ്തപ്പോൾ തേഴ്സ്ഡേ ആയപ്പോൾ ഞാൻ ബിച്ചിനോട് പറഞ്ഞു നമുക്ക് ടിക്കറ്റ് എടുത്തേക്കാം, സെറ്റിൽമെൻറ്റ് അത് തമ്പുരാൻ ആ സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് ആയിക്കോളും, എനിക്ക് ഇവിടെ നാട്ടിൽ നിന്നായാലും അത് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ തേഴ്സ്ഡേ ഞാൻ പേഴ്സണൽ പ്രയറിന് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഒരു വിഷമം, ഈശോയെ ഞാൻ പോവാണ് ബാക്കിയുള്ളതിന്. അപ്പം എനിക്കൊരു വചനം ഈശോ തരികയാണ്, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ലെന്ന്. അത് ശരിക്കും ഞങ്ങൾ എന്നിട്ട് ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ചയായപ്പം ഞാൻ അങ്ങനെ ഓഫീസിൽ പോയി ബൈ പറയാനായിട്ട്. എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ അറബികളാണെങ്കിലും എന്നോട് ഫ്രണ്ട്ലി ആണ് അവർ. എന്നെ തോളി കൈയിട്ട് എനിക്കറിയത്തില്ല, എന്നെ അത്ര സ്നേഹമാണ്. അപ്പം ഞാൻ ഒരു 40 ദിവസം എനിക്ക് ബാലൻസ് ലീവ് എടുത്തപ്പം എന്നിട്ടും അവരെ നീ തിരിച്ചു വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുവാണ്. ശരിക്കും നോക്കണം, അറബികളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ അവർ തിരിച്ചു വാടി, നീ ജോയിൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞില്ലടി, ഞാൻ ഇങ്ങനെ അമ്മയുടെ നിനക്കറിയാമല്ലോ. അങ്ങനെ പക്ഷേ ഞാൻ എന്നിട്ട് ഞങ്ങൾ വ്യാഴാഴ്ച ടിക്കറ്റ് എടുത്തു, ബുധനാഴ്ച ടിക്കറ്റ് എടുത്തു. വ്യാഴാഴ്ച എൻ്റെ ഫുൾ എമൗണ്ടും ഇത് സാലറി ക്രെഡിറ്റ് ആയി എൻ്റെ അക്കൗണ്ടിൽ. ഞങ്ങൾ ഞെട്ടിപ്പോയി, കാരണം ഇത് സംഭവിക്കത്തില്ല. ഷാർജ 6-7 മാസമൊക്കെ എടുക്കും ഇത് സെറ്റിൽമെൻറ്റ് വരാൻ. അത് വേറൊരു കാര്യം വെച്ചാൽ അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ മീൻസ് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കാൾ ഇരട്ടിയാണ് വന്നത്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം, ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് തമ്പുരാൻ തന്നതാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ടെസ്റ്റ് മണി ഞാൻ കേൾക്കുന്നുണ്ട്,
പക്ഷേ എന്നാലും എന്നെ ഏറ്റവും ടച്ച് ചെയ്ത് ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഒരു ബ്രദർ, ഞാൻ പേര് ഓർക്കുന്നില്ല, ബ്രദർ പറഞ്ഞു, ഈശോ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടി ഒരു പുണ്യപ്രവൃത്തി ഒരു ദിവസം ചെയ്യാൻ പറ്റണം. ഇതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എനിക്കും ഇതുപോലെ വേണം, ഈ ബ്രദർ പറഞ്ഞ പോലെ ഒരു ദിവസം നിനക്ക് വേണ്ടി ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓരോ ദിവസം ചെയ്യാൻ തരും. ഇപ്പം നമ്മൾ ഭയങ്കര ക്രൈസിസ് അല്ല, ചിലർക്ക് ഫുഡില്ല, അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും, ചിലർക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ കൊടുക്കും. അപ്പം പക്ഷേ ലാസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം തീരാറായി, കാരണം ഇങ്ങോട്ട് ഫണ്ടൊക്കെ അഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ നീ ഒത്തിരി പേര് തരുന്നുണ്ട്, ഇതിനെങ്കിലും കൈ പൈസയും വെച്ച് തരണം, എന്നാലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് വെച്ച് തന്നത് സെറ്റിൽമെൻറ്റിലൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ ശരിക്കും നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോ തന്നെ ക്രമീകരിക്കും. ഹസ്ബൻഡിന് 1 മന്ത് കഴിഞ്ഞ് തിരിച്ചു പോകണം, പക്ഷേ ഞാനും കുട്ടികളും ഇവിടെ സെറ്റിലാണ്. പിന്നെ സുഗന്ധാഭിഷേകം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് വചനം പഠിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ഓഫീസിൽ ഇരുന്നാലും ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക്, എൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബൈബിൾ എടുക്കും, നോട്ട്സ് എഴുതും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫെസിലിറ്റേറ്ററാണ്, നോട്ട്സ് എഴുതും. പിന്നെ അപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പം ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സ്മെല്ല്, അപ്പം ജാസ്മിൻ്റെ സ്മെല്ലല്ല, അപ്പോൾ എനിക്ക് ഭയങ്കര സ്മെല്ല്. അപ്പം ഞാനോർത്ത് ഈ ലോക്കൽസ് എപ്പോഴും ഈ സ്പ്രേ അടിക്കും. ഞാനോർത്തു അവരുടെയൊക്കെ സ്പ്രേ അയക്കും. അവിടെയൊക്കെ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്പ്രേ അടിച്ചോ? ഇല്ലടി. അപ്പോൾ നോക്കുമ്പം അതല്ല. പക്ഷേ എനിക്ക് അന്നേരം ഒരു ബോധ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം വണ്ടി വന്നപ്പോഴേക്ക് സ്മെല്ലുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ദാഹമാണ്, വചനം എഴുതുക, സമയമില്ല. എൻ്റെ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുക്കണോ എഴുതണം. ചിലപ്പം ഇവർ ബെഡ്റൂം 2 ഉണ്ട്, പക്ഷേ ഞാൻ ഹോളും കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കിച്ചണിൽ ഇരുന്ന് വെളുപ്പിന് 3 മണിക്കൊക്കെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എനിക്കത് എഴുതി തീർക്കണം, ഒരു നോട്ട്സ് വന്നാൽ എഴുതി തീർക്കണം, ഭയങ്കര ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് വചനം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞിട്ട് നല്ല സ്മെല്ല്. അപ്പം ഞാൻ സ്ഥിരീകരിച്ചു, ഹസ്ബൻഡിന് കിട്ടി നല്ല സ്മെല്ല്. ഇത് ജാസ്മിൻ അല്ല, ഇത് നമ്മുടെ കുന്തിരിക്കവല്ല, പക്ഷെ വേറൊരു സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അനുഭവിച്ചാൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോള് നെക്സ്റ്റ് റൂമിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അവളും വന്ന് അമ്മയുടെ റൂമിൽ നല്ല ഒരു നല്ല സ്മെല്ലമ്മ. അപ്പം ഞാൻ പറഞ്ഞു, അത് അമ്മ പറഞ്ഞു, നമ്മൾ ശരിക്കും ആദ്യമൊക്കെ ഞാൻ കുറേ കൊന്ത ചെല്ലുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞ എന്താ, ഈശോ പറഞ്ഞ പോലെ ചെയ്യാൻ. അപ്പം ഈശോ ആണല്ലോ, വചനം എന്താ, വചനം ദൈവമല്ലേ. അപ്പം ഈശോയെ ഞാൻ കൂടുതൽ വെച്ചപ്പം അമ്മയുടെ ഒരു പ്രസൻസ്, അതാണ് ശരിക്കും, അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അങ്ങനെ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു, എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഞാൻ എൻ്റെ സാലറി മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പം ഒത്തിരി നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റുമല്ല. ചിലപ്പോൾ എൻ്റെ പേരൻസ് അവരുടെ ലാസ്റ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടാവത്തില്ല. പക്ഷേ ഞാൻ പൈസ നോക്കുന്നില്ല, ഞാനിങ്ങ് പോന്നു. പിന്നെ ഇവിടെ വന്ന് ഇനി എനിക്ക് ഒരാഗ്രഹമുള്ളൂ ജീവിതത്തിൽ വന്ന്, ഞാൻ അവിടെ ഫ്രൈഡേ മോർണിംഗ്, ഞങ്ങൾക്ക് ഫ്രൈഡേ അവധിയാണ്. മോർണിംഗ് ഞാൻ മാസിൽ 5:30 പോകും, 5 to 5:30 കഴിഞ്ഞ് 6 o'clock മാസ് കഴിഞ്ഞ് ഒരു 12 ഒക്കെ വരെ ചിലപ്പം അങ്ങനെ 4-5 മണിക്കൂർ അഡോറേഷൻ ഇത് പ്രാർത്ഥിക്കുന്നതാണ്. ചിലപ്പം അവിടെ 3000-4000 പേര് വരും, പക്ഷേ ഞങ്ങൾ 1-2 പേരെ അഡോറേഷൻ ഉണ്ടാകാറുള്ളൂ. അതിലൊരു വ്യക്തിയായിട്ട് ഈശോ ഉയർത്തി. അപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് ഈശോയെ ഈ ഫ്രൈഡേ എന്നുള്ള ദിവസം ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അത് ഇവിടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അടുത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏഷ്യ 51-21 ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് യേശു അരുൾ ചെയ്യുന്നു. അത് വചനം ഈശോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വചനമാണ്, ഏഷ്യ 59-21. അപ്പോൾ അത് ചേർത്ത് വെച്ച് ഞാൻ നിന്നോട് അരുൾ ചെയ്യുന്നുണ്ട്. എന്താണ്, എൻ്റെ പൂർവികരെ 3 പൂർവികരെ അനുഗ്രഹിക്കുന്നൊരു വചനമാണ്. അപ്പോൾ അത് പറഞ്ഞ് ഈശോ മക്കൾ വിശുദ്ധരായി വളരണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആഗ്രഹം. ബാക്കിയൊക്കെ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് പെൻഷൻ സ്കീം വരെ ഞാൻ എടുത്തിട്ടാണ് വരുന്നത്. ഇതൊന്നും ആരും ചെയ്യാത്തതാണ്, പക്ഷേ ഇതൊക്കെ തമ്പുരാൻ എന്നെ ഒരുക്കിയതാണ്. ഇപ്പം എൻ്റെ മരണം വരെയുള്ള പെൻഷൻ സ്കീം വരെ തമ്പുരാൻ റെഡിയാക്കിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിടുന്നത്. പിന്നെ പ്രേക്ഷിത വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം കൊണ്ടു കൊടുക്കും. ആദ്യമൊക്കെ പിന്നെ കൊടുക്കാൻ ഇച്ചിരി മടിയായിരുന്നു, എനിക്കല്ല ഹസ്ബൻഡ്. അപ്പോൾ പക്ഷേ പിന്നീട് നമുക്കൊരു ദാഹമാണ്. ഞങ്ങൾക്ക് ശരിക്കും പള്ളിയുടെ അവിടെ കുറേ പേര് കൊടുക്കുന്നുണ്ട്. ചില പത്രങ്ങളൊക്കെ കാണുമ്പോൾ വിഷമം വരും, അവർ പള്ളിയുടെ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെയുള്ള പത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ വേറെ കൊടുക്കും. പിന്നെ ഫ്ലാറ്റുകളിൽ, അവിടെ ഫ്ലാറ്റുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി ശുശ്രൂഷ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, അവരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ കാരുണ്യപ്രവർത്തനങ്ങൾ ഇതിനു മുന്നേ ഒത്തിരി കാരുണ്യപ്രവർത്തി ചെയ്യാൻ തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ചെയ്യുന്നു, ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്നെ ഇത്രത്തോളം വളർത്തി, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ അനുദിനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്ന മുന്നേ തന്നെ എല്ലാം അറിഞ്ഞ് എനിക്ക് തന്ന എൻ്റെ ഈശോപ്പനും പരിശുദ്ധ അമ്മയ്ക്കും ഈ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നന്ദി പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു.